ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. തൻഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ പറഞ്ഞിട്ടേ ടൂർ പോയ വിശേഷങ്ങളും ടൂർ പോകാൻ ഒരുങ്ങിയതും എവിടെ പോകുന്ന ഇങ്ങനെ പ്ലാനിങ് കാര്യങ്ങളൊന്നും ഇല്ല എന്നെല്ലാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ടൂർ വന്നിട്ട് ഏകദേശം കുറേ സ്ഥലത്തെല്ലാം പോയിട്ടുണ്ട്. എവിടെ പോയത്, എങ്ങനെ പോയത്, ഏത് കഥ എന്നല്ല നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മൾ പോയിട്ട് നമ്മൾ മാത്രം നോക്കി അങ്ങ് പോരാലും. അപ്പോൾ എൻ്റെ പിസ്സത്തിൻ്റെ സബ്സ്ക്രൈബർക്കും കാണിച്ചു തരണ്ടല്ലോ. അപ്പോൾ എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഏകദേശം ഒരു 12 മണിക്ക് തന്നെയാണ് പോരാന്ന് ഇറങ്ങിയിട്ടുണ്ടായേ. ഫുഡെല്ലാം ആക്കിയതിന് ശേഷം തന്നെയാണ് ഇറങ്ങിയത്. പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ടായിട്ട് എന്നിട്ട് പിന്നെ നമ്മൾ പോയിട്ട് ഏകദേശം ഒരു 1-2 മണി എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ കണ്ണൂർ കോഴിക്കോടും തോന്നിയത്. അപ്പോൾ അവിടെ എത്തിയിട്ടാകുമ്പോൾ ഒരു ഉറക്കം വരാൻ തുടങ്ങുമ്പോൾക്ക് ജസ്റ്റ് ഒരു ചായയും ബ്രെഡ് ഓംലേറ്റ് എല്ലാം കഴിച്ചതാണ് എല്ലാവരും. പിന്നെ നാസ്റ്റാക്കാന്നെല്ലാം എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് തന്നെ പോരെന്ന് വന്നോണ്ട് പൊറോട്ട അങ്ങനെ എന്തെല്ലാം ഉണ്ടായിന് അവിടെ. അതൊന്നും നമ്മൾ മെയിൻ്റെ ബീഫ് കറിയും പൊറോട്ടയും കാര്യങ്ങളെല്ലാം. അപ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും മതി ഉറക്കം വരുന്നതിന് നിൽക്കില്ലേ. അങ്ങനെ എല്ലാവരും ബ്രെഡ് ഓംലേറ്റും നല്ല ചൂട് ചായ എല്ലാം കഴിച്ചതാണ്. ചായ പിന്നെ നമ്മളെ ഫേവറേറ്റ് അല്ലേ. പിന്നെ അസ്രുവിനെ ഡ്രൈവ് ആക്കുമ്പോൾ ഉറക്കം പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേരൊന്നും ഇതാക്കിയിട്ടില്ല, ഞാനും അസ്രു തന്നെയാണ്. അപ്പോൾ അസ്രു ഉറക്കം വരാതിരിക്കാൻ നമുക്ക് പിസം പറഞ്ഞുകൊണ്ട് പറഞ്ഞേ. അപ്പം ഞാനും ഒരു കമ്പനി കൊടുത്തതാണ് ചായക്ക്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും പിള്ളമാരെല്ലാം അടുത്തോളം ഉറങ്ങിയിട്ടുണ്ടായിട്ടാ. പിന്നെ 2 മണി 3 മണി കഴിഞ്ഞതിന് ശേഷം ഓരോന്ന് മേലെ ഉറങ്ങാൻ തുടങ്ങി. പിന്നെ നമ്മൾ ബാത്റൂം പോലും കാര്യങ്ങളെല്ലാം ഇല്ലേ, ടോയ്ലറ്റെല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ പെട്രോൾ പമ്പിലാണ് നടിയെ പോയത്. അപ്പോൾ എല്ലാ പെട്രോൾ പമ്പിലും അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ പിള്ളമാർ ബാത്റൂം പോയി എല്ലാവരും പോയിട്ട് അതിനുള്ള ശേഷം ഇല്ലേ. പിന്നെയും നമ്മൾ അന്ന് രാത്രി റൂം എടുത്തിട്ടുണ്ടായിട്ട് ഫുള്ള് കറങ്ങിയത് തന്നെയാണ്. ഡ്രൈവ് ആക്കിയത് തന്നെയാണ്. അവിടെ എത്തിയതിന് ശേഷം റൂം എടുക്കാമെന്നല്ല ചെല്ലിട്ട്. അപ്പോൾ എല്ലാവരും നല്ല ഇറങ്ങിയ പാട് നല്ല എനർജിയിൽ തന്നെ ഉണ്ടാവുമല്ലോ, അത്ര ക്ഷീണം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടാണ്. അതുകൊണ്ട് രാവിലോളം വണ്ടിയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടായത്. രാവിലെ ഏകദേശം പോയി കോഴിക്കോടെല്ലാം കഴിഞ്ഞിന് ഓരോരോ സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുന്നുണ്ട്, എത്ര ടൈമായി, എത്ര ടൈമിലെത്തി, എവിടെയെല്ലാം എത്തി, എങ്ങനെയെന്നെല്ലാം. അങ്ങനെ നമ്മൾ കാസർഗോഡ് നിന്ന് ഇറങ്ങിയിട്ടില്ലേ കുറേ സ്ഥലം കവറാക്കിയിട്ടുണ്ട് മാഷാഅല്ലാ. പിന്നെ കണ്ണൂർ, കോഴിക്കോട്, തൃശ്ശൂർ, പിന്നെ പാലക്കാട്, അങ്ങനെ അടാടുള്ള ഓരോ സ്ഥലം പോകുമ്പോൾ ഇല്ലേ നമ്മൾ ഗൂഗിളിൽ ചെക്കാക്കിയിട്ട് നോക്കും ഇവിടെ എന്തുണ്ട്, ഇവിടെ ഏതെല്ലാം നല്ല നമുക്ക് കാണാൻ പറ്റിയ സ്ഥലമുണ്ടെന്നല്ലോ. മോളെല്ലാം നല്ല ഉറക്കത്തിലാന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിപ്പോൾ മച്ചുഞ്ചീൻ്റെ മോളും ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഓരോ 4 ആൾ തന്നെയാണ് ബാക്കിൽ. പിള്ളമാർ റീൽസ് എടുക്കാനുള്ള ട്രെയിനിങ്ങിലാണെന്നല്ലോ. അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നല്ല പറഞ്ഞിട്ട്. അപ്പോൾ ഫ്രണ്ടിൽ ഞാനും വസ്ത്രം വാങ്ങി, ബാക്കിലില്ലേ താഴെ ഒരിങ്ങനെ നമ്മളെ ബ്ലാങ്കറ്റും കാര്യങ്ങളെല്ലാം പിരിച്ചിട്ട് ഒരാൾ ഉറങ്ങി. ഡിക്കിയിൽ ബ്ലാങ്കറ്റ് ഇങ്ങനെ നല്ല വാങ്ങൽ പിരിച്ചിട്ട് പിന്നെ ഒരാൾ ഉറങ്ങി. 2 ആളത് ഇങ്ങനെ ഫ്രണ്ടിൽ സീറ്റിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഉറങ്ങി. അങ്ങനെ എല്ലാം ആക്കിയിട്ട് ഉറങ്ങിയല്ലാന്ന്. അപ്പോൾ ഫ്രണ്ടിലില്ല ഞാനിരിക്കുന്നതിൻ്റെ തന്നെ കാലിനിടയിൽ ഒരു ബ്ലാങ്കറ്റ് ഇങ്ങനെ 2 ബ്ലാങ്കറ്റ് വെച്ചിട്ട് മഹദിനെ ഉറക്കിയതാണ്. പിന്നെ നമ്മൾ ഈ ബാക്കിൽ തന്നെ ഇല്ലേ പിന്നെ ഒരു ബെഡ്ഷീറ്റ് വെച്ചിട്ട് ഒരു മറ്റേ തൊട്ടിൽ പോലെ ആക്കിയിട്ടുണ്ടായിന്. പക്ഷെ അത് നല്ല പാങ്ങായിന്. തൊട്ടിൽ പോലെ ആക്കിയിട്ടില്ല, ഒരു നല്ല പാങ്ങൽ. രാവിലെ ഉറങ്ങിയിട്ടുണ്ടായിന്. ഇടയ്ക്കാടെ ഒരു ഉറക്കുന്നു, ഇടയ്ക്ക് ബാക്കിൽ ഉറക്കുന്നു, അങ്ങനെ എല്ലാം ആക്കിയിട്ട് ഒരു ബനയായിട്ടൊരു ഇതായിട്ടാണ് ക്ഷീണമായിട്ട് നമ്മൊരു ഫ്രഷോടെ തന്നെ പോയതാണ്. ഒരു ക്ഷീണാന്നത് പോലെ ആകുമ്പോൾ ഇറങ്ങിയിട്ട് ഒരു ചായ എല്ലാം കുടിച്ചിട്ട് ഒരു എന്തെങ്കിലും കഴിച്ചിട്ട് ടോയ്ലറ്റിലെല്ലാം പോയിട്ട് നല്ലൊരു ഫ്രഷോടെ തന്നെ ആയ ടൂറാണ് മാഷാഅല്ലാ. അങ്ങനെ ഒരു ഏകദേശം 4-5 ദിവസം നമ്മൾ ഇങ്ങനെ ടൂർ പോയതാണ്. അങ്ങനെ മാജു നല്ല എൻജോയ് ആക്കുന്നേണ്ട്. അപ്പോൾ രാവിലെ തന്നെയുള്ള സൺസെറ്റും കാര്യങ്ങളെല്ലാം കാണാൻ നല്ല രസമല്ലേ. ഇപ്പോൾ ഏകദേശം ഒരു 7:30-8 മണീൻ്റെ ഉള്ളിൽ തന്നെയാണ് ആയിട്ടുണ്ടത്. അപ്പോൾ നമ്മൾ രാത്രി ഫുൾ ടൈം വണ്ടിയിൽ തന്നെയാണ് ഉണ്ടായത്. ഇപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞിട്ട് പുരേന്ന് ഇറങ്ങുമ്പോൾ തന്നെ 11-12 മണി ആയിന്. പിന്നെ കുറച്ച് ഡ്രൈവ് ആക്കി, പിന്നെ കുറച്ച് നിർത്തി, കുറച്ച് ചായ എല്ലാം കുടിച്ചു, പിന്നെയും കുറച്ച് പോയി. പിന്നെ നമ്മൾ പുരേന്ന് ഇങ്ങനെ ഈ പെരുന്നാളിൻ്റെ വിളകാഴ്ച അങ്ങനത്തെ അല്ലേ അതെല്ലാം കൊടുത്തിട്ടുണ്ടായി. പിന്നെ ചായ ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് തന്നെ പുരേന്ന് ഫ്ലാസ്കിൽ കൊടുത്തിട്ടുണ്ടായി. കുറച്ചത് കഴിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം കഴിച്ചിട്ടായതിനു ശേഷമാണ് പിന്നെ നമ്മൾ ഹോട്ടലിൽ പോയതെല്ലാം. പിന്നെ ഈ ടൂർ എന്നെല്ലാം ഒരു ഫുഡ് അടിയും ഒരു എൻജോയും ഒരു ഫുഡ് അടിയും എൻജോയ് തന്നെയല്ലേ അല്ലേ. അങ്ങനെ എല്ലാം അന്ന് ഒരു ദിവസം ഫുള്ള് വണ്ടിയിൽ തന്നെ ആയതിനു ശേഷം ഇല്ലേ. പിന്നെ നമ്മൾ റൂം എടുത്തതില്ലേ ഏകദേശം ഒരു വൈകുന്നേരമാണ് റൂം എടുത്തത്. അന്ന് തന്നെയാണ് മഹദിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നത്. ഏപ്രിൽ
ഏപ്രിൽ 16-ന് മഹദിൻ്റെത്, ഏപ്രിൽ 13-ന് മിതാദിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ മിതാദിൻ്റെ ബർത്ത്ഡേ ഞാൻ ഇന്നലെ കാണിച്ചിരുന്നു ഞാനത്തെ വീഡിയോയിൽ കസിൻസ് എന്നോറ് കട്ടാക്കിയെന്ന്. അപ്പോൾ മഹദിൻ്റെ ഞാൻ ആ അറബി മാസത്തിലെ ബർത്ത്ഡേ ഇങ്ങനെ ചോറിൽ ഇതാക്കിയിട്ട് അങ്ങനെയാണ്, റംസാൻ മാസം ആയതുകൊണ്ട് വലിയ ഇതൊന്നും ആക്കിയിട്ടുണ്ടായിട്ട. അങ്ങനെ ഇപ്പം നമ്മൊരു പപ്പ വന്നിട്ടുണ്ടായിട്ടാണ്. പപ്പ എല്ലാം വന്നല്ലേ എന്നിട്ട് ഒരു കേക്കെല്ലാം കട്ടാക്കാന്ന് വെച്ചിട്ട് ഇങ്ങനെ പ്ലാനിങ്ങിലുള്ളതാണ്. നമ്മൾ കേക്ക് മേങ്ങിയിട്ട് ഏതെങ്കിലും ഒരു നല്ല സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ കട്ടാക്കാന്നുള്ള ചെല്ലിട്ടുള്ള പ്ലാനിങ്ങോടെ പോകുന്നുള്ളതാണ്. നല്ല കേക്കിൻ്റെ ഷോപ്പെല്ലാം ഏഴുള്ളേ നല്ല നോക്കാന്നല്ല ഷോപ്പെല്ലാം നല്ലോണം ഉണ്ടടി. പക്ഷെ നമുക്കിങ്ങനെ പരിചയമില്ലല്ലോ എവിടെ എന്തെന്നല്ലോ. അപ്പം നമ്മൾ ഇങ്ങനെ ഗൂഗിളിൽ നോക്കുന്നതുകൊണ്ട് പിന്നീട് റോഡ് സൈഡ് നല്ല കഫേയും കാര്യങ്ങളെല്ലാം കണ്ടെങ്കിൽ ആടെ തന്നെ കേക്കെല്ലാം മേങ്ങാന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് പോലാന്ന്. എന്നിട്ട് നമുക്ക് ഇറങ്ങിയിട്ടെല്ലാം ആയിട്ടായിട്ടില്ലേ നമ്മൾ റൂം എടുത്തത് എവിടെയോ തൃശ്ശൂരാന്ന്. തൃശ്ശൂർ റൂം എടുത്തിട്ട് നമ്മളില്ലേ ഇങ്ങനെ പോകുമ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതല്ല, ഗൂഗിളിൽ നോക്കിക്കൊണ്ട് പോകും. ഈ സ്ഥലത്ത് എന്തെങ്കിലും നല്ലൊരു സ്ഥലം ഉണ്ടാകും, ഈടെ നല്ലൊരു സ്ഥലം ഉണ്ടാകുന്നിട്ട് ഇങ്ങനെ അടിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണുന്ന അവിടെ ബീച്ച് ഉണ്ടെങ്കിലും പാർക്ക് ഉണ്ടെങ്കിലും അതെല്ലാം നമുക്ക് ഗൂഗിളിൽ കാണുന്നല്ലോ. അപ്പോൾ അതെന്തെന്നില്ല നോക്കാന്നിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ ഓരോരോ സ്ഥലത്ത് നിന്ന് 50 കിലോമീറ്റർ 100 കിലോമീറ്റർ അങ്ങനെല്ലാം ഉണ്ടതാണ് ഓരോരോ സ്ഥലത്തേക്ക്. പിന്നെ നമ്മന്നെ ഒരു അർജൻറ്റില്ലാണ്ട് മെല്ലെ പോകുന്നതല്ലേ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് ഓരോന്ന് പോവും. ഓരോരോ സ്ഥലം നല്ല കാണാൻ നല്ല ഉണ്ടാവും, ഓരോന്ന് അത്ര രസം ഉണ്ടാവും. അങ്ങനെയല്ല ആയിട്ട് പിന്നെ ഒന്ന് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടായിന് മിനി ഊട്ടി എന്ന് പറഞ്ഞിട്ട്. ആടെയും പോയി നോക്കാം എന്ത് മിനി ഊട്ടി എന്നിട്ടില്ലേ, അതൊന്നും നമ്മൾ പോയിട്ടുണ്ടായിന്. സംഭവമില്ലേ തൃശ്ശൂർ ഫുള്ള് കാണുന്ന ഒരു സ്ഥലമാണ്, നല്ലൊരു കോടെല്ലായിട്ട്. അപ്പോൾ അത് കാണാനല്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്കില്ലേ നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. മിനി ഊട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണത്. അപ്പം അങ്ങനെ എന്ത് നമ്മൾ ഇതിൽ കണ്ടെങ്കിലും ഒന്ന് ചെക്കാക്കിയിട്ട് വരാം. എന്ത് കഥയെ നെല്ലിട്ടില്ലേ ഇങ്ങനെ നോക്കലാന്ന് ഈ ടൂർ പോകുമ്പോൾക്ക്. പിന്നെ നമ്മൾ ടൂർ പോകുമ്പോൾ അങ്ങനെ വലിയ പ്ലാനിങ്ങോടെയും ആടെ പോകണം ഇവിടെ പോകണം അങ്ങനെ എന്തെല്ലാം പോകുന്നത്. പോരേന്ന് ഇറങ്ങിയ പിന്നെയാണ് നമ്മൾ പ്ലാനാക്കൽ. എവിടെ പോകുന്നത്, എങ്ങനെ പോകണ്ടേ, എങ്ങോട്ട് പോകണ്ടേന്നല്ലോ. ഇടയ്ക്കന്നെ പോകണം, അടുക്കന്നെ പോകണോ, ഇത്ര പോയിട്ട് വരുന്നു, ഇത്ര അങ്ങനെയൊന്നുമില്ല. ഒരു പുറേ നിറങ്ങും എല്ലാം കണ്ടിട്ടായതിനു ശരി മതിയെന്നിരിക്കുമ്പോൾ വീട്ടിൽ വരാം. അങ്ങനെയാണ് നമ്മൾ ടൂർ പോലെ. പിന്നെ ട്രെയിനിൽ ഇങ്ങനെ എന്ത് പോകുന്ന ശ്രമിച്ചിട്ടില്ല, വണ്ടിയിൽ തന്നെ പോകണമെന്നിട്ട്. ഈ ലഗേജും കാര്യങ്ങളെല്ലാം വിളിച്ചുകൊണ്ട് പോകണ്ടേ ട്രെയിനിലാകുമ്പോൾ ബസ്സിലെല്ലാകുമ്പോൾ. അപ്പോൾ ഈ വണ്ടിയിൽ തന്നെ നമുക്ക് പ്രശ്നമില്ല, നമ്മൾ എത്ര കൊണ്ടുപോയെങ്കിലും യൂസ് ആക്കിയില്ലെങ്കിലും ബലോട്ട് തന്നെ കൊണ്ടുവരാമല്ലോ. അങ്ങനെ എല്ലാം എന്തിട്ട് വണ്ടിയിൽ പോകുമ്പോൾ ഒരു നല്ല വാങ്ങാന്ന്, ഒരു എന്താ നല്ലൊരു വാങ്ങാന്ന് അങ്ങനെ. അപ്പോൾ ഈ പിള്ളമാരുടെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ആയിട്ടില്ല കുറേ ഉണ്ടായിന് ലഗേജ്. അപ്പോൾ ഈ മറ്റേ എലക്ഷൻ്റെ ഭാഗമായിട്ട് പോലീസ് ചെക്കിങ് എല്ലാം ആടെ ഉണ്ട് കുറേ സ്ഥലത്ത്. അപ്പോൾ നമ്മളെ ഫാമിലി കാണുമ്പോൾ തന്നെ പൊയ്ക്കോന്ന് തന്നെ പറയുന്നത്. ഇത് പോലീസ് നോക്കുമ്പോഴല്ലേ ഈ മഹദീനെ നമ്മൾ തൊട്ടിലിട്ടിട്ട് ബാക്കിൽ കിടത്തിയിട്ടുണ്ടായിന്, പിന്നെ മിന്നു ഡിക്കിയിൽ കിടന്നിട്ടുണ്ടായി. ഇത് കാണുമ്പോൾ തന്നെ ഇത് ഫാമിലി ആടോ പൊയ്ക്കോട്ടില്ലേ. നമ്മളപ്പം തന്നെ വിട്ട് നമ്മൾ ചിരിച്ചിട്ടല്ല. ഇത് നമ്മളെ വർക്കും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് അവനല്ലേ ഇത് ഫാമിലി എല്ലാം ചെക്കാക്കാതെ തന്നെ വിടലാന്ന്. അപ്പോൾ നല്ല നല്ല വൈബാന്ന്. ഈ നമ്മളെ മൈൻഡ് എല്ലാം ഒന്ന് ഫ്രീ ആവാനും എല്ലാത്തിനും നല്ലതാണ് ഈ ടൂർ. ഇടയ്ക്കിടയ്ക്കൊരു ടൂർ പോകുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഏകദേശം ചായ കുടിക്കാനൊരു ഹോട്ടലിൽ നിർത്തിയിട്ടുണ്ട്. 10 മണി ആയിനെന്ന് തോന്നുന്നു. അപ്പം ഞാൻ കുറേ കമൻ്റെല്ലാം ഉണ്ട്, അതിനെല്ലാം റിപ്ലൈ കൊടുക്കുന്നുണ്ട്. നമ്മളെ സബ്സ്ക്രൈബർക്കെല്ലാം റിപ്ലൈ എല്ലാം കൊടുക്കണ്ടേ. അങ്ങനെ എല്ലാം നാസ്റ്റാക്കുമ്പോൾ റിപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഹോട്ടലിൽ പോയിട്ടില്ലേ, ഹോട്ടലിൽ ഇറങ്ങിയിട്ടാ വണ്ടിയിൽ തന്നെ വെച്ചിട്ട് കഴിക്കലാന്ന്. വെള്ളപ്പവും പൊറോട്ട പിന്നെ വടയില്ലേ, വട ഉണ്ടായിന്, വടയും ചട്നിയും കടലക്കറിയും പിന്നെന്താ രാവിലെ തന്നെ ചിക്കന് അങ്ങനത്തെ ഒന്നും മീറ്റാ വെജ് തന്നെ ആവുന്നിട്ട് അങ്ങനെ മുട്ടക്കറിയും മുട്ട മസാലയും പൊറോട്ടയും എടുത്ത് എനിക്കിത് അങ്ങനെ എടുക്കുന്നല്ല. നമ്മൾ 2-3 ഇങ്ങനെ വേറെ എടുക്കും. ഇതൊന്നൊരാൾ ചേഞ്ചാക്കിയിട്ട് കഴിക്കും. അപ്പോൾ തന്നെ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ഫോണിൽ നമ്മൾ ചക്കൈകൊണ്ട് പോകുന്നുണ്ട് ഏടെ നല്ല സ്ഥലമുള്ളത്, നല്ല ഇതുള്ളത് എവിടെ, നല്ല വൈബുള്ളത് എവിടെ നല്ലതായിട്ട് ഇങ്ങനെ ഓരോരാൾ ഫോണിൽ ചക്കായിക്കൊണ്ട് പോലാന്ന്. മച്ചഞ്ചീൻ്റെ മോളും ഉണ്ടായിട്ടില്ലേ, അപ്പോൾ എല്ലാം ഉള്ളതുകൊണ്ട് പിള്ളേർക്കെല്ലാം നല്ലൊരു എൻജോയ് ആയിരുന്നു. പിള്ളമാർക്ക് ഓർമ്മല്ലോ ഭയങ്കര ഇതാണ്. അങ്ങനെ നാസ്തെല്ലാം കഴിച്ചതിന് ശേഷം ഇല്ലേ പിന്നെ അവിടെ നിന്ന് നമ്മൾ ചായം കുടിച്ചിട്ടായിട്ട് പിന്നെയും പോക്കന്നെയാണ്. രാവിലെ എല്ലാം പോകുമ്പോൾ നല്ല ഫ്രഷാണ്. പക്ഷെ ഇപ്പം ഭയങ്കര ചൂടല്ലേ പുറത്ത്. പഠിച്ചോനെ പാലക്കാടെല്ലാം ഭയങ്കര ചൂട്, കൂടുതൽ പാലക്കാടെന്ന് തോന്നുന്നു ചൂടെല്ലാം. നമ്മൾ ഈ വണ്ടിയിലുണ്ടാകുമ്പോൾ വെച്ചിട്ട് പോകുമ്പോൾ അറിയുന്നില്ല. മറ്റേ ചിലക്ക് പുറത്തിറങ്ങുമ്പോൾ ഇല്ലേ നല്ല ചൂടുണ്ട്. ഒരാൾ റോഡ് സൈഡെല്ലാം പണിക്കാറെല്ലാം പണിയെടുക്കുന്നതാണ് ബേജാറാന്ന്. അത്ര ചൂടത്ത് നമുക്കൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് കയറുമ്പോൾ അത്ര ഇതാണ്.
അങ്ങനെ അങ്ങനെതാ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ. പിന്നെ നമ്മൾ ഇങ്ങനെ ചെക്കായിക്കൊണ്ട് പോകുന്നുണ്ട്. ഏടെ നല്ല ഇപ്പോൾ നല്ല ബീച്ചും പാർക്കെല്ലാം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഇല്ലേ ഒരു 12-12:30 മണി അതിന്. അപ്പോൾ ഈ സമയത്ത് ബീച്ചിൽ ഉച്ച ടൈമല്ലേ, ഒരു നേരപ്പാങ്ങുണ്ടാവില്ലല്ലേ, നമ്മൾ പാർക്ക് അവിടെ ഉണ്ടാകുന്നിട്ട് ഇങ്ങനെ ചെക്കായിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ പോകുമ്പോൾ അങ്ങനെ തിരക്ക് പിടിച്ച് വേഗം പോയിട്ട് വേഗം വരും അങ്ങനെ ഇട്ടൊന്നും പോയല്ല. മെലേ പോയിട്ട് റോഡ് സൈഡ് കണ്ടതെല്ലാം മെക്കൊണ്ടും കഴിച്ചുകൊണ്ടും പിന്നെ വേറെ എന്തെങ്കിലും നല്ല സ്ഥലമെല്ലാം കണ്ടെങ്കിൽ അവിടെ നിർത്തിക്കൊണ്ടും നോക്കിക്കൊണ്ടും അങ്ങനെയല്ല ആയിട്ട് ഇങ്ങനെ മെലേ പോലാന്ന്. നമ്മൾ എപ്പോഴും കിച്ചണിൽ തന്നെ പിരാൻ തുടിക്കുന്നല്ലേ. അപ്പോൾ ഒന്നും മൈൻഡെല്ലാം ഫ്രീ ആകാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ട് നല്ല ഒന്ന് എൻജോയ് ആക്കി ചേരലാന്ന് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലും. അപ്പോൾ ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ നല്ല കദളിക്കായി എല്ലാം മിക്സായത് കദളി പോകുമ്പോൾ മറ്റെന്തെല്ലോ വഴിയില്ലേ അതെല്ലാം മിക്സായിട്ട് റോഡ് സൈഡ് ഉണ്ടായിന്. അപ്പോൾ അതെല്ലാം മെയിൻ്റെ കഴിച്ചിട്ട് അതിന് ശേഷമല്ലേ മഹദിൻ്റെ കേക്കിന് ഇങ്ങനെ കൈ കൊണ്ട് പോകുമ്പോൾ നല്ലൊരു കഫേ കണ്ട്. അപ്പോൾ അവിടെ പോയിട്ടാകുമ്പോൾ എത്ര കേക്ക് അറിഞ്ഞോ ഏതെല്ലോ മോഡലുണ്ട്. നമ്മൾ കാസർഗോഡ് മാത്രമല്ലേ ഏതെല്ലോ ഡിസൈനും മോഡലും ഞാൻ വിചാരിച്ചുകൊണ്ട് അതിനുണ്ടായതെന്ന്. പക്ഷെ അവിടെല്ലാം നോക്കണം ഓരോന്ന് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ പറഞ്ഞ് ഇതെല്ലാം ഓർഡറാണ്, റെഡി ഓർഡർ ഉള്ളത് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടാഞ്ഞതാണ്. അങ്ങനെ നമ്മൾ കേക്കെല്ലാം മേങ്ങിക്കൊണ്ട് വന്ന് ആടെ ഗാർഡനിൽ പോയിട്ട് കട്ടാക്കാൻ എന്നിട്ട് മഹദിൻ്റെ ബർത്ത്ഡേക്ക് നമ്മൊരു നല്ലൊരു കേക്കും ഇങ്ങനെ ഇതാക്കിയിട്ടല്ലോ. അപ്പോൾ വന്നേ അതൊന്ന് എൻജോയ് ആക്കാൻ എന്നിട്ടില്ലേ മോന് ഞാൻ ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കിയിട്ട് വേറെ ഡ്രസ്സെല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ചേഞ്ച് ആക്കിയതെല്ലാം പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട് തന്നെയാണ്. എല്ലായിടത്തും ഇല്ലേ ടൂറിസ്റ്റിനെല്ലാം പറ്റിയ പെട്രോൾ പമ്പെല്ലാം ഉണ്ടാകുന്നു. നല്ല നല്ല നീറ്റ് വൃത്തിയുള്ള പെട്രോൾ പമ്പ്, പുതിയ പെട്രോൾ ഇറങ്ങണം പമ്പിൽ. അപ്പം നല്ല പുതിയ ബാത്റൂമെല്ലാം ഉണ്ടാകുന്നു. ഞാൻ ഫസ്റ്റ് ഇറങ്ങുമ്പോൾ ചായൻ്റെ കെറ്റിൽ അതെല്ലാം കൊണ്ടുവരണം വെച്ചിട്ടുണ്ടായിന്. ഇടയിലിടയിൽ നമ്മന്നെ ജസ്റ്റ് ഒരു ചായ എല്ലാം ആക്കി കുടിക്കാം, മാഗിയെല്ലാം നമ്മന്നെ അങ്ങനെല്ലാം വിചാരിച്ചിട്ടായി. അസുറ് പറഞ്ഞിട്ട് കളിക്കുന്നത് നിങ്ങളുടെ കിച്ചണിൽ പണിയെടുത്ത് തീർത്തിയില്ലേ, ഇനി പോകുമ്പോൾ പണിയെടുക്കാനില്ലേ, അതെല്ലാം ക്യാൻസലാക്കിയിട്ട് പോയതാണ്. പോകുന്നതിൻ്റെ ഇടയിൽ റൂമിൽ നല്ല ജസ്റ്റ് ഒന്ന് ഇതാക്കാനല്ല എനിക്ക് നല്ല പാടുണ്ട് അങ്ങനെ ആവാൻ. അപ്പം ഇനി കിച്ചണിൽ തന്നെ കുറേ പണിയെടുത്തല്ലേ. ഇപ്പം എന്ത് കിച്ചണിൽ കറണ്ടായിട്ടില്ലേ, തന്നാസ് കിച്ചണിനോടെല്ലാം ബൈ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുള്ള് കറങ്ങലാണ്. ഏകദേശം ഒരു 5 ദിവസം ഉണ്ടായിരുന്നു നമ്മൾ എലിയിലായിട്ട്. അപ്പോൾ ഈ ഗാർഡനിൽ വന്നിട്ടാകുമ്പോൾ ഇവിടെ കുറേ സംഭവങ്ങളെല്ലാം ഉണ്ട്. ഉപ്പിലിട്ടത് നമ്മളെ നാട്ടിൽ പോലെ തന്നെ എല്ലാ ഐറ്റമും ഉണ്ട്. അപ്പോൾ പൈനാപ്പിളും നെല്ലിക്ക, ക്യാരറ്റ്, മാംഗോ അങ്ങനെ എല്ലാം ഉണ്ട്. എല്ലാം ഓരോന്നോരോന്ന് നമ്മൾ ടേസ്റ്റ് നോക്കിയതും കഴിച്ചതും ഓരോന്നെടുക്കുമ്പോൾ ഓരോ ഡയലോഗെല്ലാം ഇളക്കുന്നത് മുച്ചിരിച്ചുകൊണ്ട് ഓരോന്ന് കഴിക്കലാന്ന്. അപ്പോൾ ഇതില്ലേ ഇവിടെ സ്റ്റാർട്ടിങ് വൈകുന്നേരം 4 മണി മുതലാണ് സ്റ്റാർട്ട്. നമ്മൾ പോയത് ഏകദേശം ഒരു ഉച്ചക്കാണ്. അപ്പം നമ്മൾ ആടെ തന്നെ അങ്ങനെ നല്ലൊരു ബാത്റൂമും കാര്യങ്ങളും അടെല്ലാം ഒന്ന് ഫ്രഷായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒന്ന് ഫ്രഷായി കൊടുക്കണം. ഈ ചൂടത്തില്ലെങ്കിൽ ഭയങ്കര ചൂടെടുക്കുന്നല്ലേ, വണ്ടി നിറങ്ങുമ്പോൾ അത്രക്കും ചൂടാണ്. ഇവിടെ പിന്നെ മരവും നല്ല തണലും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ കുറച്ച് നേരം നിന്നിട്ടില്ലേ ഫുള്ള് കേക്ക് കട്ടും കാര്യങ്ങളെല്ലാം ആക്കിയത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ഓരെല്ലാം പറഞ്ഞത് വൈകുന്നേരമാണ് നല്ല ആളെല്ലാം ഉണ്ടാകുന്നതും എല്ലാം ഓപ്പൺ ആകുന്നതെല്ലാം ഒന്ന്. അപ്പോൾ നമ്മൾ വൈകുന്നേരമോളം നിന്നിട്ടുണ്ടായി അവിടെ. ഉച്ചക്ക് പോയതില്ലേ ഏകദേശം ഒരു 4-5 മണിയോളം എന്തോ ഉണ്ടായിന് അവിടെ. എന്നിട്ട് നമ്മൾ അവിടെ എല്ലാം നല്ല കേക്ക് കട്ടാക്കാൻ പറ്റിയ സ്ഥലം ഏത് നിലയിട്ട് അവിടെ ഒരു ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങലെല്ലാം. അപ്പോൾ ഇവിടെ കുറേ സ്ഥലമുണ്ട്. നമ്മൾ കണ്ടതെല്ലാം ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം എല്ലാം എന്തെല്ലാം എന്നല്ലോ. അപ്പോൾ നമ്മൾ ഏടെ കട്ടാക്കുന്ന എന്നിട്ട് ഇങ്ങനെ ചക്കായിക്കൊണ്ടിരിക്കുന്നപ്പോൾ കുറേ സ്ഥലത്ത് ഇങ്ങനെ ആളില്ലാത്തതുണ്ട്, കുറേ അടുത്ത് കുറച്ച് ആളെല്ലാം ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ നാളില്ലാത്ത സ്ഥലത്ത് നമ്മൾ ഒന്ന് കേക്ക് കട്ടാക്കിയിട്ടതിന് ശേഷം അങ്ങോട്ടെല്ലാം പോകാൻ എന്നിട്ടില്ലേ ഏടപ്പം അതിന് പറ്റിയ സ്ഥലം എന്നിട്ട് ഇങ്ങനെ ചക്കാക്കി ആക്കിയിട്ടതിന് ശേഷം നല്ലൊരു തണയിലുള്ളൊരു സ്ഥലം കിട്ടി നമുക്ക്. അങ്ങനെ മഹദിൻ്റെ ഹാപ്പി ബർത്ത്ഡേ മഹദ് നല്ല എഴുതിച്ചിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബേക്കറിയിൽ നിന്ന് തന്നെ. എന്നിട്ട് നല്ലൊരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് അവിടെ കുറേ നേരമായി. അപ്പോൾ നമ്മൾ വലിയ കേക്കൊന്നും മേങ്ങിയിട്ടുണ്ടായിട്ട് ഏകദേശം ഒരു ചെറുത് തന്നെ മേങ്ങിയത്. കുറേ മേങ്ങിയിട്ട് വേസ്റ്റ് ആക്കണ്ടെന്നിട്ടില്ല, ചെറിയൊരു കുഞ്ഞ് കേക്കാണ് മേങ്ങിയിട്ട് കട്ടാക്കിയത്. അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും എല്ലാവരും ബേബി കേക്ക് ബൈക്കിടലെല്ലാം കഴിഞ്ഞിട്ടായതിനു ശേഷമല്ലേ നമ്മളെല്ലാവരും ഓരോരു പീസ് എല്ലാവരും എടുത്തിട്ടായിട്ടില്ലേ എല്ലാവർക്കും കൊടുക്കലാണ് കേക്കിൻ്റെ. അവിടെയുള്ളവർക്ക് എല്ലാവരും ഒരു പീസ് വെച്ചിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ഭാരത് ബർത്ത്ഡേ നല്ല ചോദിക്കുന്നവർക്ക് കൊടുക്കുമ്പോഴൊക്കെല്ലോ കുഞ്ഞിൻ്റെത് ഫസ്റ്റത്തെ 1ാമത്തെ ബർത്ത്ഡേ നല്ല ചെല്ലുമ്പോൾ മഹദിന് കുറേ ആളെ വിഷലാക്കി പറഞ്ഞാൽ അവിടെയുള്ളവരെല്ലാം കേക്ക് കൊടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോന്നോരോന്ന് വിഷയം പറയുമ്പോൾ ചോദിക്കുന്നത് നിങ്ങളുടെ കാസർഗോഡ് സ്ലാങ് കേൾക്കുമ്പോൾ നമുക്ക് തോന്നി കാസർഗോഡാന്ന്.
അങ്ങനെ പറയുന്നുണ്ടായി. നമ്മളെല്ലാം എന്നെ ഇങ്ങനെ ചെറുപറ ദിവസം പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നത് കാസർഗോഡാ ചോദിക്കുന്നത്. അങ്ങനെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ അതിൻ്റെ ബർത്ത്ഡേ കേക്ക് ഏതോ പറ്റിയില്ലാതെ കുറേ ആൾക്കെല്ലാം കൊടുത്ത് സന്തോഷമായി. എല്ലാവർക്കും കൊടുക്കാൻ കഴിഞ്ഞതിൽ ചെറിയ പീസ് കൊടുത്തത്. എന്നാലും പിള്ളേർക്കെല്ലാം കേക്ക് എല്ലാം ഏത് നാട്ടിലായാലും പിള്ളേർക്കെല്ലാം കേക്കെല്ലാം ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ എല്ലാവർക്കും കേക്ക് കാണുമ്പോൾ ഒരു ചിരിച്ചോട് വേഗുമ്പോഴേക്കും അതിന് കുറേ വിഷുവാക്കി ഒരു 2-3 ബേസന്മാരുണ്ടായി എല്ലാതുമായിരുന്നു. അങ്ങനെ അവിടെ നമ്മൾ 2-3 ഗെയിമിലെല്ലാം കയറിയിട്ടെല്ലാം ഉണ്ടായി. അപ്പോൾ അവിടെ കയറുന്ന അയാൾക്കെല്ലാം കൊടുത്തിട്ട് അവിടെ എല്ലാം കണ്ടിട്ടും നോക്കിയിട്ടും കഴിഞ്ഞിട്ടെല്ലാം ആയതിനു ശേഷമാണ് പിന്നെ നമ്മൾ റൂം എടുക്കുന്നത്. റൂം ലാസ്റ്റാണ് എടുത്തത്. മറ്റേ 16D കയറിയിട്ടുണ്ടായി. അതിൽ നമ്മൾ എല്ലാവരും കയറിന്. അതിൽ നല്ലൊരു ക്ലാസ്സും വെച്ചിട്ടില്ലേ, നമ്മൾ ഇരിക്കുന്ന മാത്രമല്ലേ പക്ഷെ റിയൽ എന്നെ പോലാന്ന് നല്ല വേണ്ടായി കാണാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ഞാൻ അതിൻ്റെ വണ്ടി കാറിലിരുത്തിന്. അത് 3 മിനിറ്റിന് 50 റുപ്യ 60 റുപ്യ അങ്ങനെ എന്തോ വന്നു പൈസ. അപ്പോൾ ഓനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഡ്രൈവ് ആക്കുന്നത് കാണുമ്പോൾ തന്നെ ഇങ്ങനെ അതിനെ നോക്കുന്ന ഇതാക്കുന്നല്ലോ. അതിന് ഓൻ എന്താക്കുന്നില്ല നോക്കാറില്ലേ, അവൻ്റെ ആ വണ്ടിയിൽ ഇരുത്തിയതാണ്. അപ്പോൾ ഇത് നോക്ക് കണ്ണാടിയെല്ലാം നമ്മൾ കണ്ണാടി വെച്ചിട്ട് ഇരുന്നപ്പോൾ നമ്മൾ റിയൽ പോലെ തന്നെ പോകുന്ന പോലെ തന്നെ ഒരു ഫീലാണ് ഫുള്ളായിട്ട്. ഈ 16D ഉള്ളിലേക്ക് പിള്ളേർ പോകാൻ ചിലപ്പോൾ ഞാനും പപ്പ അവിടെ നിൽക്കും. നിങ്ങൾ പോയിട്ട് നോക്കിയിട്ട് പോകാം. നമ്മൾ പുറത്തേക്ക് നിൽക്കുമ്പോൾ ഒന്നും നോക്കുന്നില്ല. പോകുന്നെങ്കിൽ എല്ലാവരും ഒന്നിച്ചിട്ട് ഉമ്മാകുമ്പോൾ വന്നിട്ടില്ലേ. പിന്നെ നമ്മൾ എല്ലാവരും നോക്കിയതാണ് നല്ലൊരു റിയൽ പോലെ തന്നെയാന്നൊരു ഇടിമുട്ടലും മഴ പെയ്യലും മിന്നറിയലും ഗേരിൻ്റെ ഷോൾട്ടാന്ന് പോയി അങ്ങനെ എല്ലാം ആയിട്ടില്ലേ. നല്ല രസമുണ്ടായിരുന്നു കാണാനും കേൾക്കാനും നോക്കാനും. മഹദിനെ ഉറക്കെ പിടിച്ചിട്ട് അത് പേടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായി. എൻ്റെ മടിയിൽ തന്നെ ഉണ്ടായി. അങ്ങനെ അത് കഴിഞ്ഞിട്ടില്ല. അത് ഏകദേശം 5 മിനിറ്റ് 10 മിനിറ്റാന്ന് തോന്നുന്നു. നല്ല ഉണ്ടായിരുന്നു, നല്ല വാങ്ങണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിരുന്നത്. പക്ഷേ അതിനുള്ള വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല ആയതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അതിനോട് എടുത്തതാണ്. അങ്ങനെ ആടുള്ള സംഭവങ്ങളിലും റൈഡിലും കാര്യങ്ങളെല്ലാം അതിന് ശരിയല്ലേ. പിന്നെ ഞാൻ കാറെന്ന് പറഞ്ഞിട്ട് ഒന്നില്ലേ കാറ് ഓടുന്നതും ആണുള്ളവർക്ക് പിന്നെ അങ്ങനെ തന്നെയല്ലേ ഒരു ഇഷ്ടവും. അതെല്ലാം ഇങ്ങനെ അസുറിൻ്റെയൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ തിരിക്കുന്നതും സ്റ്റേരിങ് തിരിക്കുന്നതും ബെലിക്കുന്നതും ഇതാക്കുന്നതെല്ലാം അതിന് വെറുതെ ഇരുത്തി നോക്കിയാൽ മാഷാ അല്ലാഹ് അതിന് ഭയങ്കര ഇഷ്ടപ്പെട്ടിന്. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇരിക്കുമ്പോൾ കരിയോന്ന് തോന്നില്ല തിരിച്ചിന്. പക്ഷെ എന്താക്കിട്ട ഓറില്ലേ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഓറിങ്ങനെ ഇരുന്നിട്ട് ഇരുത്തി തരും. എന്നിട്ട് ഓറന്നെ റിമോട്ടോട് കൺട്രോൾ ആക്കുമോ. ഇപ്പോൾ മേതിരുന്നതിനെ മാത്രം കൺട്രോൾ ആക്കുക എന്നുള്ളത് അടുത്ത ഓർ തന്നെയാണ്. 3 മിനിറ്റിന് 50 റുപ്യ 60 റുപ്യ അങ്ങനെ എന്തോ ചെറിയൊരു കുറച്ച് പൈസ ആണ്. അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് കുറേ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തിട്ടായതിനു ശേഷം ഇല്ലേ പിന്നെ നമ്മളിവിടെ പിന്നെയും നമുക്ക് കുറേ വൈകുന്നേരമോളം ഉണ്ടായിന്. ആ വെയിലുള്ള സ്ഥലത്തൊന്നും നമ്മൾ പോയില്ല. കുറേ റൈഡും കാര്യങ്ങളെല്ലാം ഉണ്ടായില്ല അവിടെ തന്നെ. അപ്പം അതിൽ അങ്ങനെ വെയിൽ പോയതിന് ശേഷം അങ്ങോട്ടെല്ലാം പോകാൻ നിൽക്കില്ലേ. ഇവിടെ തന്നെ നമ്മൾ ഇങ്ങനെ കറങ്ങലും കുറേ ഐറ്റം ഉണ്ട് അവിടെ നോക്കാനും കാണാനും ചെയ്യാനും കയറാനും എൻജോയ് ആക്കുന്നെങ്കിലും. അപ്പം ഇത് നമ്മൾ കുറേ വട്ടം നമ്മൾ കോഴിക്കോട് ജില്ലയിലെല്ലാം വന്നു. പക്ഷേ ഈ സ്ഥലമൊന്നും കണ്ടിട്ട് ചെയ്യേണ്ടായിട്ട് നമുക്ക് അവിടെ എന്തെന്നല്ലോ. അങ്ങനെ ഇതെടുപ്പാ സംഭവം അവിടെ അറിയോ തൃശ്ശൂരാന്ന് തോന്നുന്നു, ശരിക്കും ഓർമ്മയില്ല. അങ്ങനെ അവിടെ ഗാർഡനിലും പോയി യോനെല്ലാം ഒന്ന് കറങ്ങിയിട്ടും തിരിച്ചിട്ടും മറിച്ചിട്ടെല്ലാം അതിന് ശേഷമില്ലേ പിന്നെ നമ്മൾ വീഡിയോസ് എടുക്കലും ഫോട്ടോ എടുക്കലും അങ്ങനെയെല്ലാം ഗാർഡനും കാര്യങ്ങളെല്ലാം ആയിട്ടില്ലേ നല്ലൊരു ഇതാണ്. ചൂട് വെയിലുള്ള സ്ഥലത്തേക്കൊന്നും നമ്മൾ പോയിട്ടാ തണലുള്ള നല്ല കാറ്റും തണലെല്ലാം ഉള്ളിടത്തൊക്കെ എല്ലാം ഇല്ലേ പോയിട്ട് കഴിഞ്ഞത്ര മുതലാക്കിയിട്ട് വന്നതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു സംഭവത്തിന് പോയെങ്കിലേ നല്ല എൻജോയ് ആക്കിയിട്ട് വരണം. അവിടെ മുടിയായിട്ടും ഇതായിട്ടും ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ പ്ലങ്കല്ലേ പോകുന്നത്. അപ്പോൾ അടുത്ത എല്ലാ സംഭവങ്ങളും ഒന്ന് ടെസ്റ്റ് ആക്കിയിട്ട് നല്ല അടിപൊളിയില്ല നോക്കിയിട്ട് വരണം. പിന്നെ അവിടെ സൈക്കിൾ റേസിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായി. അപ്പോൾ സൈക്കിൾ റേസിങ് അങ്ങനെ ചെറിയ പിള്ളേർക്ക് വേറത് വലിയ ആൾക്ക് വേറത് ചെറിയ ആൾക്ക് വേറത് അങ്ങനെയാണ്. ചെറിയ പീസ് വലിയ പീസ് അങ്ങനെ. അപ്പോൾ തന്നുക്ക് ചെറുത് കൊടുത്ത് ചെറിയ പിള്ളേർത് പോലത്തത്. പിന്നെ മിതാദു മിന്നു ഞാൻ അതിൽ മിന്നു വന്നിട്ടാന്ന് തോന്നുന്നു. മിതാദു മാജു ഞാനെല്ലാം ഇല്ലേ വലിയ ആളെ സൈക്കിൾ റേസിങ് ഇല്ലേ അതിലാക്കിയിട്ട് നല്ലൊരു വൈബാണ്. അത് വേണ്ടേ ഒരു റൗണ്ടിന് ഇങ്ങനെ പൈസയാണ് ഓരോരോ റൗണ്ടിന് ഒരു പൈസ അങ്ങനെ നിന്നിട്ട്. അപ്പോൾ നമ്മുടെ റൗണ്ടും കാര്യങ്ങളെല്ലാം ആക്കിയിട്ട് അതിന് ശേഷം പിന്നെ ഫോട്ടോവും വീഡിയോസും അങ്ങനെ എല്ലാം എടുക്കലാന്ന്. നല്ല കാറ്റും ഉണ്ടായിന്, ചൂടിൻ്റെ ഒരു കാറ്റും ഇതെല്ലാം ആയിട്ട് നല്ല ഉണ്ടായി. അപ്പോൾ ഇവിടെ അങ്ങനെ വെയിലില്ലാതൊരു സ്ഥലം നല്ല മരങ്ങളെല്ലാം ആയിട്ട് ഈ ഗാർഡനൊന്ന് ഇങ്ങനെ ഫുള്ളി ചുറ്റിയിട്ട് കറങ്ങിയിട്ട് കാണുന്ന ആ ഒരു വൈബാണ്.
അപ്പോൾ ഈ സൈക്കിളിലൊന്നുമില്ല, ബ്രേക്കും എക്സിലേറ്ററും തന്നെയാണ്. ബ്രേക്ക് പിടിച്ചങ്ങ് നിൽക്കും, എക്സിലേറ്റർ അങ്ങ് പോകുന്നില്ല. എനിക്ക് അങ്ങനെ ഒന്ന് കറങ്ങിയിട്ട് ആർക്ക് വേണമെങ്കിലും ഓട്ടാൻ പറ്റുന്ന പോലത്തെ അങ്ങനത്തതാണ്. അപ്പോൾ ഇതിൽ ഫുള്ളൊന്ന് കറങ്ങി ചുറ്റി അടിച്ചിട്ട് വരില്ലാന്ന്. അപ്പോൾ ഓരോരാളിങ്ങനെ പോകുന്നു, ഓരോരാൾ നടന്നിട്ട് പോകുമ്പോൾ കുറേ ടൈമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ഇങ്ങനെ ഓരോരാൾ സൈക്കിൾ എടുത്തിട്ട് ഇങ്ങനെ കറങ്ങലാന്ന്. അപ്പോൾ തന്നെ കൊടുത്ത് തന്നെ ഇങ്ങനെ മെല്ലെ ആടിപ്പടിക്കൊണ്ട് വരുന്നുണ്ട്. മിതാദൊന്ന് നോക്കി, മാജും ഒന്ന് നോക്കി, ഞാനും ഒന്ന് നോക്കിയിട്ട് നമ്മൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് ആടുന്ന് വന്നിട്ടായതിന് ശേഷം ഇല്ലേ, പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചതാണ്. ഇവിടെല്ലാം ആയതിന് ശേഷം ഇപ്പം ഏകദേശം ഒരു 3-3:30 മണി 4 മണി ടൈം ആ ടൈം ആയിട്ടുണ്ട്. അങ്ങനെതാ മിതാദും ഓട്ടുന്നുണ്ട്, ബാക്കിൽ മാജും ഉണ്ട്, ഇപ്പുറത്തുള്ള ജസ്റ്റ് ഒന്ന് ഞാൻ ഓട്ടിയിട്ടുണ്ടായിന്. അങ്ങനെ എല്ലാവരും ഓട്ടിച്ചെല്ലാമായിട്ട് അടുത്ത സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടായതിനു ശേഷം ഇല്ലേ, പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഇങ്ങോട്ടെല്ലാം കുറേ നടന്നിട്ടും നോക്കിയിട്ടും പോയിട്ടും വന്നിട്ടായതിനു ശേഷം ഫുഡ് കഴിക്കലാന്ന്. അപ്പോൾ ഞാൻ ഈ ടൂർ പോയതിൻ്റെ ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായി ഏടക്ക് പോയാൽ ഏടെ പോയെന്നല്ലോ. ഏടക്ക് പോയെന്ന് എന്നിട്ട് നമുക്ക് ഒരു പ്ലാനിങ് ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ട് നോക്കുക ഏടെ നല്ല സ്ഥലം, ഇങ്ങനെ ഇറങ്ങുന്ന ഏടെ നല്ലതുള്ള ഏടെ നോക്കാന്നല്ല ചെല്ലിട്ട് അങ്ങനെ ആയിട്ട് പോകാന്നിട്ട് പുരേന്ന് ഇറങ്ങിയതാണ്. പുരേന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഗൂഗിളിൽ ഇങ്ങനെ ചെക്കാക്കുന്ന നല്ലതുള്ളത് ഏടെ, നല്ല സ്ഥലമുള്ള ഏടെ എങ്ങനെയെന്നല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഈ കർണാടക റൂട്ട് അതിലെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ കേരളയിൽ തന്നെ പോകണമെന്നിട്ടെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കുട്ടനാടെല്ലാം പോകണമെന്നിട്ടില്ല. കുട്ടനാടെല്ലാം കൊച്ചിയെല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് എത്തിയിട്ട് ഒരു 2 മണിക്കൂറിൻ്റെ ഓട്ടോ ഉണ്ടായിരുന്നു കുട്ടനാട്ടിലേക്ക് പോകാൻ. പക്ഷെ ആടെ നമ്മൾ എന്തൊക്കെ അറിയോ പ്ലാന് ജസ്റ്റ് ഒന്ന് മാറ്റി അവിടേക്ക് എത്താൻ നമുക്ക് കുട്ടനാട്ടിൽ എന്തോ ബോട്ടിൻ്റെ എന്തോ ഇഷ്യൂ അങ്ങനെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടില്ലേ. പിന്നെ നമ്മൾ അവിടെ നിന്ന് മെല്ലെ കൊടൈക്കനാലിലേക്ക് തിരിച്ചതാണ് നേരെ. അപ്പോൾ പിന്നെ ഇവിടെ തൃശ്ശൂർ പിന്നെ പാലക്കാട് ആടെല്ലാം കുറച്ച് സ്ഥലമെല്ലാം കണ്ടിട്ടായതിനു ശേഷം പിന്നെ നേരെ ഇല്ലേ വിട്ടത് കൊടൈക്കനാലിലേക്കാണ്. കൊടൈക്കനാലിലേക്ക് ഇവിടെ കൊച്ചിയിൽ നിന്ന് ഏകദേശം ഒരു 8-9 മണിക്കൂറിൻ്റെ ഓട്ടം ഉണ്ട്. നമ്മൾ രാത്രി വിട്ടിട്ടില്ലേ ഏകദേശം ഒരു 6-7 മണിയായിരുന്നു നമ്മൾ കൊടൈക്കനാലിൽ എത്തുമ്പോൾ. രാവിലത്തെ തണുപ്പിൻ്റെ ഒരു ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ടായി. ഇപ്പോൾ പക്ഷേ ഉള്ളത് ഇവിടെ തന്നെയാണ് കൊടൈക്കനാലിലൊന്നും എത്തിയിട്ട. അതിൻ്റെ എല്ലാ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് നാളെ കാണിച്ചു തരാവേ. അപ്പോൾ ഇവിടെ ഇല്ലേ ഓരോരോ ബേക്കറിയും കാര്യങ്ങളെല്ലാം ഇല്ലേ നമുക്ക് നോക്കാനൊക്കെ ഉണ്ടാവേ ഓരോന്ന്. ഇത് ഹോൾസെയിൽ ഉള്ള അങ്ങനെ എന്തോ ബേക്കറിയാണ്. ഒച്ചപ്പല്ല ഇങ്ങനെ ലൈനായിട്ട് വെച്ചിട്ട് കാണുമ്പോൾ ഇല്ലേ ഒന്ന് വീഡിയോസ് എടുത്തതാണ് നിങ്ങൾക്ക് കാണിക്കാന്നിട്ട് കാണാൻ നല്ല ഇല്ലേ നിറച്ചായിട്ട്. അതെല്ലാം നോക്കിയിട്ടെല്ലാം വന്നിട്ട് അതിന് ശേഷം പിന്നെ ഒരു വൈകുന്നേരം നമുക്ക് നമ്മൾ മന്തി കഴിച്ചതാണ്. പിന്നെ ഉച്ചക്ക് ബിരിയാണിയാവോ മറ്റ ചോറാവോ ഈ ചോറാവോ ആ ചോറാന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ നമ്മൾ മന്തി തന്നെ കഴിക്കലാണ്. അപ്പോൾ നല്ല പയിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. അങ്ങനെ എല്ലാവരും നല്ല വേറെല്ലാം ഫില്ലാക്കിയിട്ട് കഴിച്ചിട്ടായതിനു ശേഷം ഇല്ലേ കുറേ ഓടിയിട്ടായതിനു ശേഷം പിന്നെ ഉമ്മയില്ലേ നമുക്ക് ഒരു പപ്പായ തന്നിട്ടുണ്ടായിരുന്നു. അത് തന്നെ പിടിച്ച പപ്പായ. അങ്ങനെ ഞാൻ അതിനെ ഒന്ന് കട്ടാക്കിയിട്ട് എല്ലാവരും കഴിക്കും. നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ഓരോ സാധനം എല്ലാം കഴിക്കുമ്പോൾ ഇല്ലേ ഒരേലുണ്ടേനാട്ടി ഡബിൾ ടേസ്റ്റാണ്. ആടിങ്ങനെ വണ്ടിയിലും പോകുമ്പോൾ എല്ലാം കഴിക്കുമ്പോൾ അങ്ങനെ അതെല്ലാം ആയിട്ട് പിന്നെ നമ്മൾ റൂം എടുത്തിട്ടായതിനു ശേഷം ഇല്ലേ റൂം എടുത്തിട്ട് വേറെ ഫുള്ളല്ലേ പിന്നെ ഒന്ന് നമുക്ക് ഫ്രഷ് ആവാനുണ്ട്, നല്ല ഒന്ന് ഉറങ്ങാനുണ്ട്, ഒന്ന് ക്ഷീണമെല്ലാം മാറ്റാനുണ്ട്. എന്നിട്ട് റൂം എടുത്തിട്ട് പിന്നെ പിറ്റേ ദിവസമാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയത്. പിറ്റേ ദിവസം ഉച്ചക്കാണ് ഇറങ്ങിയത്. അങ്ങനെ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം നാളെ കാണിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആക്കാനൊന്നും മറക്കണ്ട. എപ്പോഴും പറയും പോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് തന്നെ കാണണവേ. അപ്പോൾ ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.